ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് പാലയിൽ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിൽ ഞാൻ കൂടി മെമ്പറായിട്ടുള്ള അമ്മച്ചിയുടെ അടുക്കള എന്ന ഗ്രൂപ്പിന് വേണ്ടി ഒരു കുക്കറി ഷോ ചെയ്യുകയാണ് ഞാനിന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നത്. കാരണം ഞാനൊരു പ്രൊഫഷണൽ ഷെഫല്ല, പാചകത്തിൽ അഗ്രഗണ്യനുമല്ല. പക്ഷെ പാചകത്തെ ഇഷ്ടപ്പെടുന്ന, പാചകത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ പാചകം ഹോബിയായി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ പോലെ തന്നെ പാചകത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ഏകദേശം 1,00,000-ൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ഫേസ്ബുക്കിലെ ഏറ്റവും മികച്ച ഗ്രൂപ്പുകളിൽ ഒന്ന് തന്നെയാണ് അമ്മച്ചിയുടെ അടുക്കള. ഈ അടുക്കളയിലേക്ക് കയറി ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ നിരവധി പ്രൊഫഷണൽ ഷെഫ്സ് ഉണ്ട്, നല്ലപോലെ പാചകം ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്, അതുപോലെ പാചകം പഠിച്ചു തുടങ്ങുന്ന ആളുകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ മലയാളികളുടെ ഒരു മികച്ച കൂട്ടായ്മയാണ് അമ്മച്ചിയുടെ അടുക്കള. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ അടുക്കളയുടെ ഒരു ഭാഗമായില്ലെങ്കിൽ ഉടനെ തന്നെ ഫേസ്ബുക്കിൽ കയറി അമ്മച്ചിയുടെ അടുക്കള സെർച്ച് ചെയ്ത് അതിലൊരു മെമ്പർ ആവുക. അപ്പോൾ ഞാൻ കൂടുതൽ വാചകം അടിക്കുന്നില്ല. കൂടുതൽ പാചകത്തിന് നല്ലതല്ല എന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് ഇന്നത്തെ പാചകത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ഒരു ഇഡ്ഡലിയാണ്. ഇന്ന് ചെയ്യുന്നത് റവ ഇഡ്ഡലിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് റവ തന്നെയാണ്. ഞാനിവിടെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവയാണ്. സാധാരണ നമ്മൾ കടയിലെല്ലാം കിട്ടുന്ന, പാക്കറ്റിൽ കിട്ടുന്ന റോസ്റ്റഡ് റവയാണ് 1.5 കപ്പ്. അധികം പുളിയില്ലാത്ത തൈര് 1 കപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1 ഇഞ്ചി ഒരു ചെറിയ പീസ് കൊത്തി അരിഞ്ഞത്, കറിവേപ്പില ഒരു 3-4 ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഒരു ചെറിയ പീസ് ചെറുതായിട്ട് പൊടിപൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് മല്ലിയില അരിഞ്ഞത്, പിന്നെ എണ്ണ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എണ്ണ ഉപയോഗിക്കാം, വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് നെയ്യ് കൂടെ എടുത്തിട്ടുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷെ റവ ഇഡ്ഡലിക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നല്ല മണം കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട് സോൾട്ട് ആണ്. ഞാനിവിടെ ഈനോ ഫ്രൂട്ട് സോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ ഈസി ആയിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അല്ലാതെ സൂപ്പർ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആണ് ഈനോ ഫ്രൂട്ട് സോൾട്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റവ ഇഡ്ഡലിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ആദ്യമായി സ്റ്റൗ ഓൺ ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം, കുഴപ്പമില്ല. ഇതൊന്ന് ചൂടാവുമ്പോൾ ആദ്യം കടുക് ഇതിലേക്ക് ചേർക്കാം.
കടുകൊന്ന് പൊട്ടണം. കടുക് പൊട്ടി തുടങ്ങി. ഇനി അതിലേക്ക് ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ നമുക്കിതൊന്ന് നല്ലപോലെ മൂപ്പിക്കണം. ഇപ്പോൾ ഞാൻ മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ജീരകം, കടുകെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. കടലപ്പരിപ്പ് ഏകദേശം നിറം മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. തൊലി കളഞ്ഞ വെള്ള ഉഴുന്ന് പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് ഉഴുന്ന് പരിപ്പും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. ആ നെയ്യിന്റെയും അതിൽ ജീരകം എല്ലാം ഇട്ട് മൂത്ത് വരുന്നതിന്റെ ഒരു നല്ല മണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് കുരുമുളക് ചേർക്കുക. കുരുമുളകും ഒരു ഓപ്ഷണൽ ഐറ്റമാണ്. നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷെ ഞാനെപ്പോഴും അത് പ്രിഫർ ചെയ്യുന്നു. റവ ഇഡ്ഡലിയുടെ കൂടെ ഈ മുഴുവനായിട്ട് ഇട്ടിരിക്കുന്ന ഈ കുരുമുളക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു എരിവ് അതിൽ കിട്ടും. അതൊരു നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ കുരുമുളക് പ്രിഫർ ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിലേക്കിനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തു. ഇനി പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യുക. കറിവേപ്പില കൂടെ ആഡ് ചെയ്തപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഇതിലേക്ക്
റവ ചേർക്കുകയാണ്. 1.5 കപ്പ് റവ. ഇത് റോസ്റ്റഡ് റവയാണ്, അതുകൊണ്ട് ഇതിന് കൂടുതൽ നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പരിപ്പുകളും ജീരകം ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഈ റവ കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. റവ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ നെയ്യും എണ്ണയും ഇതെല്ലാം ഈ റവയിൽ മുഴുവനായിട്ട് അബ്സോർബ് ആവും. വറക്കാത്ത റവയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പ്രോസസ് കുറച്ച് ടൈം കൂടെ എടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം റവ ഒന്ന് ചുമന്ന് കളർ വരുന്നവരെ ഇതിലേക്കിട്ട് ഈ സമയം വറുത്തെടുക്കാവുന്നതാണ്. മതി, ഇത്രേ ആവശ്യമുള്ളൂ. റവ നല്ലപോലെ വറുത്തിട്ടുണ്ട്. നല്ലൊരു മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി കുറച്ചു നേരം ഈ മിക്സ് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. അടുത്ത പ്രോസസ്സ് നമുക്ക് ഇതിനോട് കൂടി തൈര് ചേർക്കുകയാണ്. തൈര് ചേർക്കണം, ഫ്രൂട്ട് സോൾട്ട് ചേർക്കണം. പക്ഷെ ചൂടോടുകൂടി തൈര് ചേർക്കരുത്. അപ്പോ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് അല്പസമയം തണുക്കാനായി മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ റവ തണുക്കാനായി നമ്മൾ വെച്ചിരുന്നു. ഇപ്പോ റവ മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റവ മിക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് തൈര് ചേർക്കുകയാണ്. തൈര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അധികം പുളിപ്പില്ലാത്ത തൈര് തന്നെ വേണം, ഇല്ലെങ്കിൽ ഇഡ്ഡലി പുളിച്ചു പോകും, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അധികം പുളിപ്പില്ലാത്ത തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ചേർക്കാം. അപ്പോൾ ഈ തൈര് ഇതിനോടൊപ്പം നല്ലപോലെ മിക്സ് ചെയ്യുക. തൈര് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ക്യാരറ്റും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ആയതുകൊണ്ട് ഈ തൈര് മുഴുവൻ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. നമുക്ക് തൈര് കുറച്ചുകൂടെ ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് സാധാരണ നമ്മുടെ ഇഡ്ഡലി ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈനോ ഫ്രൂട്ട് സോൾട്ട് ആണ്. ഈനോ ഫ്രൂട്ട് സോൾട്ട് ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും.
പെട്ടെന്ന് ഫെർമെന്റേഷന് വേണ്ടിയിട്ടാണ് ഈ ഈനോ ഫ്രൂട്ട് സോൾട്ട് ചേർക്കുന്നത്. ഈസിയായി കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണിത്. അപ്പോൾ ഫ്രൂട്ട് സോൾട്ട് മിക്സ് ചെയ്യുക. ഫ്രൂട്ട് സോൾട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്റർ അധിക നേരം വെക്കരുത്. ഉടനെ തന്നെ നമ്മൾ ഇഡ്ഡലി മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രം വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇഡ്ഡലി മോഡിലേക്ക് ഈ റവ മിക്സ് മാറ്റും. അപ്പോൾ ഫ്രൂട്ട് സോൾട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സ്വല്പം കൂടി വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഡ്ഡലി പാത്രം ചൂടായി വരുന്നുണ്ട്. ഇഡ്ഡലി മോഡിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഇഡ്ഡലി മോഡിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എണ്ണ കൊണ്ട് ചെറുതായി ഒന്ന് പുരട്ടിയിട്ടുണ്ട്. ഇഡ്ഡലി അതിലേക്ക് സ്റ്റിക്കായി പോവാതിരിക്കാനാണ്. ഇനി ഈ റവ മിക്സിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് വയ്ക്കുക. അടുത്ത ഇഡ്ഡലി മോളിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ഓരോ കാഷ്യൂനട്ട് ഇതിലേക്ക് വെച്ച് റവ മിക്സ് അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കാഷ്യൂനട്ട് ഉപയോഗിക്കാം. ക്യാരറ്റിന്റെ ഒരു ചെറിയ പീസ് വേണമെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മല്ലിയില വേണമെങ്കിൽ വെച്ചു കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം 2 മോൾഡിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ വേവണം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഇവിടെ വേവാൻ വെച്ചിരുന്നു. ഏകദേശം ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. ഇഡ്ഡലി ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നു. ഇഡ്ഡലി വെന്ത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ടും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് പുറത്തെടുത്ത് വെക്കാം. ഇനി ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് തണുത്ത ശേഷം, ഇപ്പൊ നല്ല ചൂടുണ്ട്, ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചു നേരം ഒന്ന് തണുത്തോട്ടെ. അപ്പോൾ നമ്മുടെ റവ ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞു. ഇഡ്ഡലി പാത്രത്തിൽ നിന്നും ഇഡ്ഡലിയിൽ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രസന്റേഷനായിട്ട് വയ്ക്കാവുന്നതാണ്. അതിനു മുമ്പായി നിങ്ങൾക്ക് എന്റെ 2 സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തി തരാം. അവർ എന്റെ അടുക്കളയിലെ നിത്യ സന്ദർശകരാണ്. അതുപോലെ തന്നെ എന്റെ എല്ലാ ഐറ്റംസും പ്രസന്റ് ചെയ്യാനായിട്ട് അവർ എത്താറുണ്ട്. അപ്പൊ അവരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് എന്റെ 2 സുഹൃത്തുക്കൾ.
ഈ മഞ്ഞ ടവൽ പിടിച്ചിരിക്കുന്നത് മോണായി, ഈ കുപ്പി പിടിച്ചിരിക്കുന്നത് ഷേണായി. ഇതാണ് ഇവരുടെ പേര്, മോണായി, ഷേണായി. പക്ഷെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കണ്ണപ്പൻ, പൊന്നപ്പൻ എന്നാണ്. ഇനി ഒരു ദാസപ്പൻ കൂടിയുണ്ട്, അവനെ വേറെ അവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് മോനായിയും ഷേണായിയും നമുക്ക് പാത്രത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ മോനായും ഷേണായും പ്രസന്റേഷനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവർക്ക് ഓരോ ഇഡലി ഇവരുടെ ട്രേയിലേക്ക് വെച്ചു കൊടുക്കുക. മോണായിക്കും ഷേണായിക്കും അല്ല, നമ്മുടെ കണ്ണപ്പനും പൊന്നപ്പനും ഓരോ ഇഡലി വെച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇഡലിയെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെക്കാവുന്നതാണ്. മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ റവ ഇഡലി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ വിവരം എന്നെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുക. അഭിപ്രായമാണ് ഇനി അടുത്തുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായി എനിക്കൊരു പ്രചോദനമാവുക. അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് തീർച്ചയായും അറിയാം, ഇതിൽ തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇത് എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ വിട പറയുന്നു. സുരേഷ് പാലയിൽ.